കണ്ണൂർ ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത്. അതിരാവിലെ പടന്നക്കരയിലെ ഒരു വീട്ടിൽ ഒരു കൊച്ചുകുട്ടിക്ക് കലശലായ ചുമയും ഛർദിലും അനുഭവപ്പെടുന്നു. തുടർന്ന് വീട്ടുകാർ തലശ്ശേരിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുട്ടിക്ക് തുടരെ അസ്വാഭാവികമായ വെപ്രാളവും ക്ഷീണവും അനുഭവപ്പെടുകയും ഡോക്ടർമാർ എത്ര പരിശോധിച്ചു നോക്കിയിട്ടും കാരണം കണ്ടെത്താൻ കഴിയാതെ വരുന്നൊരു സാഹചര്യവും ഉണ്ടായി. ഇതേ തുടർന്ന് രക്ഷിതാവ് സൗമ്യയും അവരുടെ പിതാവും ചേർന്ന് കുട്ടിയെ മംഗളൂരുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മംഗളൂരിലുള്ള ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയയാക്കിയെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഹോസ്പിറ്റലുകാർക്ക് കഴിഞ്ഞില്ല. കുട്ടിയുടെ മരണം ഏതാനും നാളുകൾക്ക് ശേഷം സംഭവിക്കുകയും ചെയ്തു. കീർത്തന എന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ മരണം ഒരു നാടിനെ ആകെ ഉലച്ചു. ഏതാനും നാളുകൾക്ക് ശേഷം സമാനമായ രീതിയിൽ കീർത്തനയുടെ ചേച്ചി ഐശ്വര്യ എന്ന കുട്ടിക്കും സമാനമായ രീതിയിൽ ഛർദിലും ക്ഷീണവും അനുഭവപ്പെട്ടു. ഐശ്വര്യ തളർന്നു വീണതിനെ തുടർന്ന് വീട്ടുകാർ തലശ്ശേരിയിലെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും വിദഗ്ധമായ ചികിത്സ നൽകുകയും ചെയ്തു. 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടും കുട്ടിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് ഐശ്വര്യയും മുത്തശ്ശനായ കുഞ്ഞിക്കണ്ണനും ഭാര്യയും ചേർന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ എത്തി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഐശ്വര്യയുടെ മരണവും സംഭവിച്ചു. കുഞ്ഞിക്കണ്ണന്റെ മകൾ സൗമ്യയ്ക്ക് ആകെയുണ്ടായിരുന്ന 2 പെൺമക്കളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. മക്കളുടെ മരണത്തിൽ തകർന്നു പോയ സൗമ്യ എന്ന ആ മാതാവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ കുഴങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഐശ്വര്യ മരിച്ച് 43ാമത്തെ ദിവസമായപ്പോൾ സമാനമായ രീതിയിൽ ഐശ്വര്യയുടെ മുത്തശ്ശിയും കുഞ്ഞിക്കണ്ണന്റെ ഭാര്യയുമായ കമലാക്ഷിയമ്മയും സമാനമായ രീതിയിൽ ഛർദ്ദിക്കാൻ തുടങ്ങി. കമലാക്ഷിയമ്മയെ നാട്ടുകാർ കൂടി ചേർന്ന് അതിവേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. നേരത്തെ മരണപ്പെട്ട പെൺകുട്ടികൾക്കുണ്ടായിരുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കമലാക്ഷിയമ്മയ്ക്കുമുള്ളത്. അക്കാര്യത്തിൽ നാട്ടുകാർക്കും ചില സംശയങ്ങൾ തോന്നി. എന്തുകൊണ്ടാകാം ഒരു വീട്ടിലെ 3 കുടുംബാംഗങ്ങൾക്ക് ഒരേ രോഗലക്ഷണങ്ങൾ ഉണ്ടായതെന്നാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന കമലാക്ഷിയമ്മയുടെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾക്കകം ആ നാട്ടിൽ പരന്നത്. സംഭവമറിഞ്ഞ നാട്ടുകാർ ഒരുമിച്ച് കൂടുകയും അവരുടെ സംശയം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി അറിയിക്കുകയും ചെയ്തു. ഒരേ വീട്ടിലെ 3 പേർ തുടർച്ചയായി സമാനമായ ലക്ഷണങ്ങളോടുകൂടി മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം ആ കേസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് അസ്വാഭാവികമായ രീതിയിൽ ഛർദ്ദിക്കുകയും അമിതമായി വിയർക്കുകയും ചെയ്തതിന്റെയൊക്കെ ഫലമായിട്ടാണ്. ഛർദ്ദിക്കണമെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായി കാണണം. അതുകൊണ്ട് തന്നെ അവർ കഴിച്ച ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ ശ്വസിച്ച വായുവുമൊക്കെ സംശയത്തിന്റെ നിഴലിലായി. ആ പ്രദേശത്ത് പ്രത്യേകിച്ച് വായു മലിനീകരണം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലും വെള്ളത്തിലും എന്തെങ്കിലും മായം കലർന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. വെള്ളത്തിന്റെ കേസ് നാട്ടുകാർ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സംഭവസ്ഥലത്തേക്ക് എത്തുകയും കിണറുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. സംഭവം നടന്ന മണ്ണത്തി ഭവനിലെ കിണറിൽ നിന്നുള്ള വെള്ളത്തിനു പുറമെ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലെ കിണറുകളിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അത് കോഴിക്കോടുള്ള റീജിയണൽ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അയക്കുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു നിർണായകമായ ഒരു കാര്യം കുഞ്ഞിക്കണ്ണന്റെ മകളായ സൗമ്യ നാട്ടുകാരെയും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും അറിയിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് ആ കിണറ്റിലെ വെള്ളം പരിശോധനയ്ക്കായി നൽകിയിരുന്നു. അന്ന് ആ കിണറ്റിലെ വെള്ളത്തിൽ അമോണിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. സംഭവം നടന്ന വീട്ടിലെ കിണറ്റിൽ നേരത്തെ അമോണിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞതോടുകൂടി നാട്ടുകാർ ആകെ പരിഭ്രാന്തരായി. ഒരു വീട്ടിലെ കിണറ്റിൽ അമോണിയയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റുള്ളവരുടെ കിണറുകളിലും അതിന്റെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വീട്ടിൽ ആദ്യത്തെ 2 മരണങ്ങൾ സംഭവിച്ചപ്പോഴും ഒരു അന്വേഷണവും നടന്നില്ല. 3ാമത്തെ മരണം സംഭവിച്ചപ്പോഴാണ് നാട്ടുകാർ ചേർന്ന് പോലീസിൽ പരാതി നൽകിയത്. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ഫലമായാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായതെന്ന് വരെ നാട്ടുകാർ ആരോപിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കമലാക്ഷിയമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഡോക്ടർമാർ തയ്യാറാക്കുകയായിരുന്നു. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുക്കുന്ന ആ നിമിഷത്തിൽ തന്നെ കൂടെയുണ്ടായിരുന്ന പോലീസുകാരോട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു. ആ സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ വിഷം കലർന്നിട്ടുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നായിരുന്നു ഡോക്ടർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അക്കാര്യം പുറത്തു വിടണ്ട എന്നുകൂടി ഡോക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നെങ്കിൽ മാത്രമേ അത് സ്ഥിരീകരിക്കാനാകൂ. ഇതേസമയം കൂടുതൽ വീടുകളിലെ കിണറുകളിൽ അമോണിയയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ഇനിയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രക്ഷോഭവും ആരംഭിച്ചിരുന്നു. SP ഉൾപ്പെടുന്ന സംഘം നാട്ടുകാരെ സമാധാനിപ്പിക്കുന്നതിനിടയിലായിരുന്നു കമലാക്ഷിയമ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ അതിൽ ഡോക്ടർ പറഞ്ഞ രീതിയിൽ ശരീരത്തിനുള്ളിൽ നിന്നും പറയത്തക്ക അളവിൽ വിഷത്തിന്റെ അംശം കണ്ടെത്താൻ ഡോക്ടർമാരുടെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് ഉറപ്പിക്കണമെങ്കിൽ കമലാക്ഷിയമ്മയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന നടക്കണം. രാസപരിശോധനയ്ക്കായി ഉടൻ തന്നെ സാമ്പിളുകൾ കോഴിക്കോടുള്ള ലാബിലേക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഹോസ്പിറ്റലിൽ പൂർത്തിയാക്കിയ ശേഷം കമലാക്ഷിയമ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അടുത്തടുത്തായി ആ വീട്ടിലുണ്ടായ 3 മരണങ്ങൾ ബന്ധുക്കളെയും നാട്ടുകാരെയുമൊക്കെ ഒരുപോലെ ഉലച്ചു. ഇനി ആ വീട്ടിൽ ബാക്കിയുള്ളത് സൗമ്യയും അവരുടെ പിതാവ് കുഞ്ഞിക്കണ്ണനുമാണ്.
സൗമ്യ വിവാഹിതയാണ്. കിഷോർ എന്ന അവളുടെ ഭർത്താവുമായി കുറേയധികം നാളുകളായി അവർ അകൽച്ചയിലുമാണ് കഴിയുന്നത്. 2 പെൺമക്കളുടെയും മരണവാർത്ത അറിഞ്ഞ് കിഷോർ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ സൗമ്യയുടെ അമ്മയുടെ മരണത്തിലൊന്നും പങ്കെടുക്കാൻ കിഷോർ എത്തിയതുമില്ല. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അക്കാര്യത്തെക്കുറിച്ച് പരസ്പരം സംശയം പറഞ്ഞു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയപ്പോൾ കോഴിക്കോടുള്ള റീജിയണൽ ലാബിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിളിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. സൗമ്യയുടെ ഉൾപ്പെടെയുള്ള ഒരു കിണറിലും അമോണിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ടാണ് ആ 3 പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. 3 പേരുടെയും വായിൽ നിന്ന് മരണസമയത്ത് നുരയും പതയും വന്നിട്ടുണ്ട്. 3 പേരും നല്ല രീതിയിൽ ഛർദ്ദിച്ചിട്ടുമുണ്ട്. എന്തെങ്കിലും വിഷപദാർത്ഥം ഉള്ളിൽ ചെല്ലാതെ അത്തരത്തിലൊരു കാര്യം സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. പോലീസ് അന്വേഷണം ആകെ വഴിമുട്ടി. കമലമ്മയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവരാതെ പോലീസ് അന്വേഷണം ഇനി മുൻപോട്ട് പോവുകയില്ല. കേസന്വേഷണം ആകെ കുഴങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മണ്ണത്താൻ ഭവനിലെ ആ വീട്ടിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ആ വീട്ടിലെ കാരണവരായ കുഞ്ഞിക്കണ്ണനും സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. കുഞ്ഞിക്കണ്ണനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് നാട്ടുകാർ ചേർന്നാണ്. ആ സമയത്ത് കുഞ്ഞിക്കണ്ണന്റെ വായിൽ നിന്നും നുരയും പതയും വരുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഇത്തവണ പോലീസ് സംഘം കൂടുതൽ ജാഗരൂകരായി. സംഭവമറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ആ ടീമിന്റെ ഭാഗമായുള്ള ആളുകൾ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരോട് കുഞ്ഞിക്കണ്ണനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയറിയുകയും ചെയ്തു. ഒരു വീട്ടിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരേ ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം. അതിനുള്ള മറുപടി ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ രീതിയിൽ രോഗലക്ഷണങ്ങൾ ഇതിനു മുൻപ് താൻ കണ്ടിട്ടുള്ളത് എലിവിഷം കഴിച്ച ആളുകളിലാണെന്നായിരുന്നു ആ ഡോക്ടർ പോലീസുകാരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ മനംനൊന്ത കുഞ്ഞിക്കണ്ണൻ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാകാമെന്ന് പോലീസ് വിലയിരുത്തിയെങ്കിൽ പോലും അത്തരത്തിൽ എലിവിഷം കഴിച്ചതിന്റെ യാതൊരു ലക്ഷണങ്ങളും കുഞ്ഞിക്കണ്ണന്റെ വായിൽ നിന്നോ ശരീരത്തിൽ നിന്നോ കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞതുമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുഞ്ഞിക്കണ്ണന്റെ നില വളരെ ഗുരുതരമായി തന്നെ തുടർന്നു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കുഞ്ഞിക്കണ്ണന്റെ മരണവും സ്ഥിരീകരിച്ചു. ഒരു വീട്ടിലെ 4 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വാർത്ത നാടെങ്ങും പരന്നു. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ആ വീട്ടിൽ ഇനി ശേഷിക്കുന്ന സൗമ്യയുടെ മരണവും ഉടൻ സംഭവിക്കുമെന്ന് നാട്ടുകാർക്ക് ഭയമായി. കുഞ്ഞിക്കണ്ണന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കാൻ തന്നെ ഡോക്ടർമാർ തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘം പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു: കുഞ്ഞിക്കണ്ണന്റെ ശരീരത്തിനുള്ളിലും വിഷം കലർന്നിട്ടുണ്ട്. എന്ത് തരം വിഷമാണ് ഉള്ളിൽ ചെന്നതെന്ന് കണ്ടെത്തുന്നതിനായി കുഞ്ഞിക്കണ്ണന്റെ ആന്തരിക അവയവങ്ങളും പരിശോധനയ്ക്കായി കോഴിക്കോട് ലാബിലേക്ക് അയക്കണം. ഇതേ സമയം മറ്റൊരു വാർത്തയും പരന്നു. മറ്റുള്ളവർക്ക് സംഭവിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ രോഗലക്ഷണങ്ങളോടുകൂടി സൗമ്യയെയും നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിലെ 5 പേർക്കും സമാനമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും അതിൽ 4 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. 5ാമത്തെ വ്യക്തിയായ സൗമ്യയും ഏതു നിമിഷവും മരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മണ്ണത്താമ്പറമ്പിലെ വീട്ടിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അന്വേഷണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചു. ഈ സമയത്തായിരുന്നു കമലാക്ഷി അമ്മയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തുവരുന്നത്. വളരെ കുറഞ്ഞ അളവിൽ കമലാക്ഷി അമ്മയുടെ ആന്തരികാവയവങ്ങൾക്കുള്ളിൽ ഒരു രാസപദാർത്ഥം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഫോസ്ഫീൻ എന്ന രാസപദാർത്ഥമാണ് ശരീരത്തിനുള്ളിൽ കടന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അലൂമിനിയം ഫോസ്ഫൈഡും നമ്മുടെ ശരീരത്തിനുള്ളിലെ ദഹനരസമായ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേരുമ്പോഴാണ് ഫോസ്ഫീൻ രൂപപ്പെടുന്നത്. അലൂമിനിയം ഫോസ്ഫൈഡാണ് എലിവിഷത്തിലെ പ്രധാന രാസവസ്തു. ഈ സമയത്തായിരുന്നു എലിവിഷം കഴിച്ച വ്യക്തികൾക്ക് സമാനമായ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം പോലീസ് സംഘത്തിന് ഓർമ്മ വന്നത്. വളരെ കുറഞ്ഞ അളവിൽ കാലങ്ങളോളമായി അലൂമിനിയം ഫോസ്ഫൈഡ് ശരീരത്തിനുള്ളിലേക്ക് കടക്കുകയും പിന്നീട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഫോസ്ഫീനായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരീരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഫോസ്ഫീനാണ് പിന്നീട് ആന്തരിക അവയവങ്ങളെയൊക്കെ നശിപ്പിച്ച് രോഗിയെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കമലാക്ഷിയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് പോലീസ് സംഘത്തിന് ഒരു പിടിവള്ളിയായി മാറി. ഇതേ സമയം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സൗമ്യയുടെ സ്രവപരിശോധനയിലും എലിവിഷത്തിന്റെ അംശം കണ്ടെത്തി. കുഞ്ഞിക്കണ്ണന്റെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം അപ്പോഴും പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇതിനിടയിൽ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതിയോടുകൂടി കമലാക്ഷി അമ്മയ്ക്ക് മുൻപ് മരണപ്പെട്ട ഐശ്വര്യ എന്ന പെൺകുട്ടിയുടെ മൃതശരീരം വീണ്ടും പുറത്തെടുത്ത് പരിശോധന നടത്താൻ തീരുമാനവുമായി. ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഐശ്വര്യയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന ആരംഭിച്ചു. പരിശോധന നടത്തി ആദ്യ സമയത്ത് തന്നെ ഐശ്വര്യയുടെ ശരീരത്തിലും എലിവിഷം കടന്നിട്ടുണ്ടെന്ന് ഫോറൻസിക് സർജൻ പോലീസിനോട് പറഞ്ഞു. അത് ഉറപ്പാക്കുന്നതിനായി ആ മൃതദേഹത്തിന്റെ ആന്തരികാവയവങ്ങൾ രാസപരിശോധന നടത്തുന്നതിനായി ലാബിലേക്ക് അയച്ചുകൊടുത്തു. ഇതിനിടയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള സൗമ്യ പല കാര്യങ്ങളും അവിടുത്തെ നേഴ്സുമാരോട് തിരക്കുന്നതായി പോലീസ് അറിഞ്ഞു. നേരത്തെ കമലാക്ഷിയുടെയും കുഞ്ഞിക്കണ്ണന്റെയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നോ എന്നുള്ള കാര്യമായിരുന്നു സൗമ്യ നേഴ്സുമാരോട് തിരക്കിയത്.
എന്നാൽ ആ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്ന് നഴ്സുമാർ സൗമ്യയോട് പറയുകയും ചെയ്തു. സൗമ്യ വീണ്ടും ആ റിപ്പോർട്ടുകളെക്കുറിച്ച് തിരക്കുന്ന കാര്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. സൗമ്യ ഇടയ്ക്കിടയ്ക്ക് രാസപരിശോധന റിപ്പോർട്ട് തിരക്കുന്നതിൽ സംശയം തോന്നിയ പോലീസ് സംഘം സൗമ്യയെക്കുറിച്ച് വിശദമായി തന്നെ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. സൗമ്യയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചതിന് പിന്നിലെ കാരണം സൗമ്യയുടെ ചേച്ചിയാണ്. സൗമ്യയുടെ പിതാവ് കുഞ്ഞിക്കണ്ണൻ രോഗം മൂർച്ഛിച്ച് മരണപ്പെടുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് കുഞ്ഞിക്കണ്ണനൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നത് സൗമ്യയുടെ ചേച്ചിയായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് ചില കാര്യങ്ങൾ പറഞ്ഞതായി ആ സ്ത്രീ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്പരന്ന് പോയ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം ഉടൻ തന്നെ പോലീസ് സംഘത്തെ വിവിധ ഗ്രൂപ്പുകളായി തിരിക്കുകയും ഓരോ സംഘത്തിനും പ്രത്യേക ചുമതല വീതം വീതിച്ചു നൽകുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം ആദ്യം എത്തിയത് സൗമ്യ ജോലി ചെയ്തിരുന്ന കശുവണ്ടി ഫാക്ടറിയിലാണ്. കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു കിഷോർ എന്ന വ്യക്തിയുമായി സൗമ്യ അടുപ്പത്തിലാകുന്നതും പിന്നീട് ആ ബന്ധം വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തത്. 2 പെൺമക്കൾ പിറന്നതിന് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിന്നീട് കിഷോറുമായുള്ള ബന്ധം സൗമ്യ വേർപെടുത്തുകയായിരുന്നു. സൗമ്യയുടെ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് വിശദമായി മറ്റൊരു സംഘം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി സൗമ്യയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിരവധി കോളുകൾ സൗമ്യ വിളിച്ചിട്ടുണ്ടെന്നും വിളിച്ചിരിക്കുന്നത് അത്രയും പുരുഷന്മാരെയാണെന്നും കണ്ടെത്തി. 18 മുതൽ 50 വയസ്സുവരെ പ്രായമുള്ള പുരുഷന്മാരുമായി ഫോണിലൂടെ സൗമ്യയ്ക്ക് അടുപ്പമുണ്ടെന്നും പോലീസിന് വ്യക്തമായി. അർദ്ധരാത്രി വരെ സൗമ്യ പലരെയും വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സൈബർ സംഘം പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഓരോ കോളുകളുടെയും ടവർ ലൊക്കേഷനുകൾ വിശദമായി തന്നെ എവിടെയാണ് കാണിക്കുന്നതെന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചറിഞ്ഞു. ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടുമിക്ക നമ്പറുകളും സൗമ്യയുടെ വീടിരിക്കുന്ന സമീപസ്ഥലത്ത് തന്നെ കാണിക്കുന്നതായാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ പകലൊക്കെ ആ നമ്പറുകൾ മറ്റ് പല സ്ഥലങ്ങളിലുമാണുള്ളത്. രാത്രി സമയത്ത് സൗമ്യയുടെ വീടിന് പരിസരത്തൊക്കെ ആ നമ്പർ കാണിക്കുന്നതിന്റെ അർത്ഥം ആ വ്യക്തികളൊക്കെ സൗമ്യയുടെ വീടിരിക്കുന്ന പരിസരത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന കാര്യമാണെന്നും പോലീസിന് വ്യക്തമായി. ആ വീട്ടിൽ യഥാർത്ഥത്തിൽ രാത്രിയിൽ ആരൊക്കെയോ വന്നു പോകാറുണ്ടെന്നുള്ള കാര്യമായിരുന്നു സൗമ്യയുടെ പിതാവ് കുഞ്ഞിക്കണ്ണൻ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞത്. എന്നാൽ രാത്രികാലങ്ങളിൽ വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്ന വ്യക്തികളെ കുഞ്ഞിക്കണ്ണനോ ഭാര്യയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞെട്ടിയുണർന്ന സൗമ്യയുടെ മൂത്ത മകൾ ഐശ്വര്യയായിരുന്നു സൗമ്യയ്ക്കൊപ്പം 2 പുരുഷന്മാരെ കണ്ട വിവരം മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞിരുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അക്കാര്യങ്ങൾ കുഞ്ഞിക്കണ്ണൻ സൗമ്യയോട് ചോദിച്ചെങ്കിലും സൗമ്യ അതൊക്കെ പാടെ നിഷേധിച്ചു. കുഞ്ഞിക്കണ്ണനും ഭാര്യയും കണ്ടിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു പരത്തരുതെന്ന് അവൾ ശക്തമായി തന്നെ താക്കീത് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കണ്ണനും ഭാര്യയും അക്കാര്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. പേരക്കുട്ടികളുടെയും ഭാര്യ കമലാക്ഷിയുടെയും മരണം സംഭവിച്ച സാഹചര്യത്തിലായിരുന്നു കുഞ്ഞിക്കണ്ണൻ അക്കാര്യങ്ങളൊക്കെ സൗമ്യയുടെ ചേച്ചിയോട് പറഞ്ഞത്. സൗമ്യയെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയയാക്കുന്നതിന് മുൻപ് തന്നെ സൗമ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കണ്ടെത്താൻ തീരുമാനിച്ച പോലീസ് സംഘം സൗമ്യയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ഫോൺ നമ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളെയൊക്കെ രഹസ്യമായി നിരീക്ഷിക്കുകയും അവരെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിൽ 18കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൗമ്യയുടെ വീട്ടിൽ വന്നതായി കണ്ടെത്തുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ കുഞ്ഞിക്കണ്ണന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും പുറത്തുവന്നു. വളരെ കുറഞ്ഞ അളവിൽ കാലങ്ങളോളമായി അലൂമിനിയം ഫോസ്ഫൈഡ് ഉള്ളിൽ കടന്നതിന് ശേഷം ഫോസ്ഫീനായി മാറിയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഐശ്വര്യയുടെയും ബോഡി പാർട്സിന്റെ രാസപരിശോധനാ ഫലം പുറത്തുവന്നു. സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു അതിലുമുള്ളത്. ഇതിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട 3 വ്യക്തികളുടെയും ശരീരത്തിൽ എലിവിഷം കടന്നിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി. ആശുപത്രിക്ക് പുറത്ത് സൗമ്യയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ പോലീസ് സംഘം മുഴുകിയിരിക്കുന്ന സമയത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന സൗമ്യ നേഴ്സുമാർ പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആശുപത്രിക്ക് പുറത്ത് നടക്കുന്ന അന്വേഷണ രീതികളെക്കുറിച്ച് ഒരു കാരണവശാലും സൗമ്യ അറിയരുതെന്നുള്ള നിർദ്ദേശം പോലീസുകാർ ആശുപത്രിക്കാർക്ക് നൽകിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സൗമ്യയുടെ കണ്ടീഷൻ ബെറ്ററായി. സൗമ്യ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും പോലീസ് സംഘം സൗമ്യയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യിക്കുകയും നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയയാക്കുകയും ചെയ്തു. എന്നാൽ എത്ര ചോദ്യം ചെയ്തിട്ടും ആ മരണങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സൗമ്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. മരണപ്പെട്ടിരിക്കുന്നത് തന്റെ മാതാപിതാക്കളും 2 പെൺമക്കളുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിൽ പോലീസ് സംഘം ഒരു കാരണമുണ്ടാക്കി ആ കുറ്റം മുഴുവൻ തന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന രീതിയിൽ വരെ സൗമ്യ പോലീസുകാരോട് കയർത്ത് സംസാരിച്ചു. സൗമ്യ അങ്ങനെ തട്ടിക്കയറുന്നതിനിടയിലായിരുന്നു ഓരോ തെളിവുകളായി പോലീസ് പുറത്തെടുത്തത്. സൗമ്യ സ്റ്റേഷനിൽ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയാവുന്ന പോലീസ് സംഘം വളരെ വിശദമായൊരു ചോദ്യാവലി തന്നെയാണ് സൗമ്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നത്. പോലീസ് സംഘത്തിന്റെ വിശാലമായ ചോദ്യം ചെയ്യലിന് മുൻപിൽ 10 മണിക്കൂർ വരെ സൗമ്യ പിടിച്ചു നിന്നു. 10ാം മണിക്കൂർ പിന്നിട്ടപ്പോൾ സൗമ്യ പതുക്കെ കുറ്റസമ്മതം നടത്തി.
മാതാപിതാക്കളുടെയും മൂത്ത മകൾ ഐശ്വര്യയുടെയും മരണത്തിനു പിന്നിൽ താൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സൗമ്യ എന്നാൽ ഇളയ മകളുടെ മരണത്തിന് ഉത്തരവാദി താനല്ല എന്ന് പോലീസുകാരോട് ഉറപ്പിച്ചു പറഞ്ഞു. ഭർത്താവ് കിഷോറുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം പല വീടുകളിലും സൗമ്യ വീട്ടുജോലിക്കായി പോകാറുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും കിട്ടുന്ന പണം കൊണ്ടൊന്നും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സമയത്തായിരുന്നു ചില ആളുകളുമായൊക്കെ സൗമ്യ അടുത്തത്. ഫോൺ വിളികൾ പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകൾക്ക് കൂടി വഴിയൊരുക്കി. അങ്ങനെ ആ വ്യക്തികളൊക്കെ രാത്രികാലങ്ങളിൽ സൗമ്യയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായി മാറി. ഒരു ദിവസം അപ്രതീക്ഷിതമായി രാത്രിയിൽ ഞെട്ടിയുണർന്ന സമയത്തായിരുന്നു മൂത്ത മകൾ ഐശ്വര്യ സൗമ്യയ്ക്കൊപ്പം 2 പുരുഷന്മാരെ കണ്ടത്. മകളായ ഐശ്വര്യ ഉണർന്നു എന്ന് മനസ്സിലാക്കിയ സൗമ്യ ഐശ്വര്യയോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ വഴങ്ങിയില്ല. അന്ന് രാത്രി ഐശ്വര്യയെ പൊതിരെ തല്ലിയായിരുന്നു സൗമ്യ ഉറക്കിയത്. ഐശ്വര്യ തനിക്കൊരു വിലങ്ങുതടിയാകുമെന്ന് മനസ്സിലാക്കിയ സൗമ്യ ഐശ്വര്യയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. എലിവിഷം നല്ല രീതിയിൽ അകത്തു ചെന്നാൽ ആള് പെട്ടെന്ന് തന്നെ മരണപ്പെടുമെന്നുറപ്പുള്ളതുകൊണ്ട് തന്നെ അത് പോലീസിന് സംശയമുണ്ടാകുമെന്നുറപ്പുള്ള സൗമ്യ ചെറിയ അളവിൽ മകൾക്ക് കൊടുക്കുന്ന ചോറിൽ കലർത്തി പതിവായി വാരിക്കൊടുക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ ആ കൊച്ചുകുട്ടി അതെല്ലാം കഴിക്കുകയും ചെയ്തു. ഏതാനും നാളുകൾക്ക് ശേഷം ഐശ്വര്യയിൽ പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഐശ്വര്യ 3 മാസമാണ് മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നത്. മരണം സംഭവിച്ച ശേഷം ഐശ്വര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതിരുന്നതുകൊണ്ടും ആന്തരികാവയവങ്ങൾ പരിശോധിക്കാതിരുന്നതുകൊണ്ടും എലിവിഷം ഉള്ളിൽ ചെന്ന കാര്യം ആരും തന്നെ കണ്ടെത്തിയതുമില്ല. ഐശ്വര്യയുടെ മരണം സംഭവിച്ചതിന് ശേഷമായിരുന്നു മുറിയിൽ കണ്ട കാര്യങ്ങൾ ഐശ്വര്യ തന്റെ അമ്മ കമലാക്ഷിയോട് പറഞ്ഞു എന്നുള്ള കാര്യം സൗമ്യയ്ക്ക് മനസ്സിലായത്. അതേക്കുറിച്ച് കമലാക്ഷി അമ്മ സൗമ്യയോട് ചോദിച്ച സമയത്തൊക്കെ അവൾ പല കള്ളങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എങ്കിലും മാതാവിന് തന്നെ സംശയമുണ്ടെന്നുള്ള കാര്യം സൗമ്യയ്ക്ക് ഉറപ്പായിരുന്നു. ഐശ്വര്യയുടെ മരണം അന്വേഷിച്ചും അല്ലാതെയും വീട്ടിലേക്ക് വരുന്ന വ്യക്തികളെയെല്ലാം കമലാക്ഷി അമ്മ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നത് സൗമ്യ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്നിൽ സംശയമുള്ള കമലാക്ഷി അമ്മയെ വകവരുത്താൻ തന്നെ തീരുമാനിച്ച സൗമ്യ അവർക്ക് കൊടുക്കുന്ന കറികളിലൊക്കെ ചെറിയ തോതിൽ എരിവിഷം കലർത്തി തുടങ്ങി. എന്നാൽ പ്രായമായ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അധികം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഐശ്വര്യയുടെ മരണം സംഭവിച്ച് 43-ാം ദിവസം തന്നെ കമലാക്ഷി അമ്മയും മരണപ്പെട്ടു. പിന്നീട് കുറച്ചുനാൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോകുന്നതിനിടയിലായിരുന്നു പിതാവ് കുഞ്ഞിക്കണ്ണനും തന്നിൽ സംശയമുണ്ടെന്നുള്ള കാര്യം സൗമ്യയ്ക്ക് ബോധ്യമായത്. പിതാവ് കുഞ്ഞിക്കണ്ണനെ കൂടി അവസാനിപ്പിച്ചില്ല എങ്കിൽ നേരത്തെ നടന്ന 2 മരണങ്ങളിലും താൻ പ്രതിയാകുമെന്നുറപ്പായ സൗമ്യ കുഞ്ഞിക്കണ്ണന് കൊടുക്കുന്ന ഭക്ഷണത്തിലും എലിവിഷം ചേർത്തു തുടങ്ങി. മറ്റുള്ള ആളുകളുമായി മകൾക്ക് ബന്ധമുണ്ടെന്നുള്ളതല്ലാതെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് മകൾ തനിക്ക് നൽകുമെന്ന് കുഞ്ഞിക്കണ്ണൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും സൗമ്യയെക്കുറിച്ച് തനിക്കുള്ള സംശയങ്ങളൊക്കെ കുഞ്ഞിക്കണ്ണൻ മൂത്ത മകളോട് പറയുകയും ചെയ്തു. വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം അവളെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചയക്കണമെന്ന് കൂടി അയാൾ മകളോട് പറഞ്ഞിരുന്നു. എല്ലാ കുറ്റങ്ങളും പോലീസിനോട് ഏറ്റുപറഞ്ഞ സൗമ്യയുടെ അറസ്റ്റ് പോലീസ് സംഘം രേഖപ്പെടുത്തുകയും സൗമ്യയെ ജയിലിലടയ്ക്കുകയും ചെയ്തു. സൗമ്യ നടത്തിയ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ പങ്കാളികളായിട്ടുണ്ടോ, സൗമ്യയ്ക്ക് എലിവിഷം വാങ്ങി നൽകിയതാര് തുടങ്ങി നിരവധി കാര്യങ്ങളായിരുന്നു പോലീസ് സംഘം അന്വേഷണത്തിന് വിധേയമാക്കിയത്. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കണ്ണൂരിലെ വനിതാ ജയിലിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടി ഒരു വാർത്ത എത്തിയത്. അവിടെ വിചാരണ തടവുകാരിയായി കഴിഞ്ഞിരുന്ന സൗമ്യ ആ ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു കശുമാവിൽ തൂങ്ങി നിൽക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു അത്. സഹതടവുകാരിയുടെ സാരി മോഷ്ടിച്ച സൗമ്യ ആ സാരി ഉപയോഗിച്ചായിരുന്നു കശുമാവിൽ കുരുക്കിട്ടതും അതിൽ തൂങ്ങിയതും. ശരിക്കും സെൻസേഷണലായ ഒരു വാർത്ത തന്നെയായിരുന്നു അത്. തടവുകാർ നിരീക്ഷണത്തിലാണ് സർവ്വസമയമെന്ന് പറയുമ്പോഴും ജയിൽ അധികൃതരുടെ അലംഭാവം മൂലമാണ് സൗമ്യയുടെ ആത്മഹത്യ സംഭവിച്ചതെന്ന് പല കോണിൽ നിന്നും വിമർശനമുയർന്നു. പിന്നീട് പോലീസ് സംഘം നടത്തിയ തിരച്ചിലിൽ സൗമ്യ എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടുകിട്ടി. മരണപ്പെട്ട തന്റെ മൂത്ത മകളായ ഐശ്വര്യയ്ക്ക് സൗമ്യ എഴുതിയൊരു കത്തായിരുന്നു അത്. മകൾ ഐശ്വര്യയുടെയും മാതാപിതാക്കളുടെയും മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും എല്ലാ മരണങ്ങൾക്കും പിന്നിൽ മറ്റൊരുവനാണെന്നും ഒരിക്കൽ താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം തിരികെ ജയിലിലേക്ക് എത്തുമെന്നും സൗമ്യ അതിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഇപ്പോൾ മറ്റൊരു കുരുക്കായിരിക്കുകയാണ്. 4 കൊലപാതകങ്ങൾ നടത്തിയ സൗമ്യയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എന്ന് കരുതിയപ്പോഴാണ് എല്ലാ കുറ്റങ്ങളും ചെയ്ത യഥാർത്ഥ പ്രതി പുറത്തുണ്ടെന്ന് സൗമ്യ ഒരു കത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് കണ്ടെത്തണമെന്നുള്ളതാണ് സൗമ്യയുടെ കത്തിലൂടെ വെളിവാകുന്നത്. കത്ത് കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും അത്തരത്തിലൊരു പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ലോകത്തിന് മുന്നിൽ ചെയ്ത കുറ്റം മനഃപൂർവ്വം ഒരു കൺഫ്യൂഷനാക്കി മാറ്റാൻ സൗമ്യ ബോധപൂർവം ഒരു കത്തെഴുതി ശ്രമം നടത്തിയതാണോ എന്ന് പോലീസിൽ സംശയമുയരുകയാണ്.